ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 3 വ അംസാലു ദാലിക മിനത്ത് തസ്വാനീഫില്ലത്തി ഇഷ്തഹറത്ത്. ഞാൻ ഈ വായിക്കുന്ന ഗ്രന്ഥം, എൻ്റെ കയ്യിലുള്ള കിതാബ് നുസ്ഹത്തുൻ നദർ ഫി തൗളീഹി നുഖ്ബത്തുൽ ഫിക്ർ എന്ന പേരിലുള്ള ഈ ദൈവബന്ധിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന തബഅ ചെയ്യുന്ന ഒരു കിതാബാണ്. ഇബ്നു ഹജർ തങ്ങളുടെ നുഖ്ബത്തുൽ ഫിക്റിൻ്റെ മത്തിനിന് മഹാനവറുകൾ തന്നെ എഴുതിയ ഒരു ഷറഹാണ്. ആ ഷറഹിൻ്റെ പേരാണ് നുസ്ഹത്തുൻ നദർ. ആ ഇബ്നു ഹജർ തങ്ങളുടെ ആ ഷറഹും കൂടെ ചേർന്നുള്ള കിതാബാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. അതിൽ ദൈവബന്ധിലുള്ള ഒരു പണ്ഡിതൻ അഷ്റഫ് അഷ്റഫി സുഊദ് അലി എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ വക്കത്തൊക്കെ കുറേ ഷറഹുകളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിവ അംസാലു ദാലിക, നമ്മൾ നേരത്തെ കുറേ ഈ ഫന്നിൽ കുറേ തസ്നീഫുകൾ, അതിൻ്റെ മുസന്നിഫുകളൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എന്നിട്ട് മഹാനാറുകൾ പറയാം, ഇതേപോലെ അംസാലു ദാലിക, അതുപോലുള്ള ഗ്രന്ഥരചനകൾ മിനത്ത് തസാനീഫില്ലത്തി ഇഷ്തഹറത്ത്, മഷൂറായ ഗ്രന്ഥങ്ങൾ കസീറത്തുൻ, ധാരാളം ഉണ്ടെന്ന്. ഈ അംസാലു ദാലിക എന്ന ആ ലഫ്ദിനെ ഷുറാഖുകളൊക്കെ പല നിലയ്ക്ക് ഇഷ്കാലാക്കിയിട്ട് പല തൗജീഹുകളോടെ പറഞ്ഞിട്ടുണ്ട്. അംസാലു എന്നത് മുബ്തദയും അതിൻ്റെ ഖബർ കളയപ്പെട്ടതും ആയിട്ടാണ് ഒരു അദ്ഹറായ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. മറ്റ് അഭിപ്രായങ്ങളുമുണ്ട്, അത് അത്തുഫാണെന്നും അതുപോലെ തന്നെ വേറൊരു അഭിപ്രായം അവിടെ ഒരു മഅത്തൂഫിനെ കളഞ്ഞിട്ട് സങ്കല്പിച്ചാണെന്നും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അദ്ഹറായ രൂപം അവിടെ അംസാലു എന്നുള്ളത് ഖബറാക്കുക, മുബ്തദയാക്കുക, അതിൻ്റെ ഖബർ ഒരു കളയപ്പെട്ട കസീറത്തുനിന്ന് വെക്കുക. അപ്പോൾ അംസാലു ദാലിക, ഇപ്രകാരമുള്ള ഗ്രന്ഥങ്ങൾ തസാനീഫില്ലത്തി ഇഷ്തഹറത്ത്, മഷൂറായ ഈ ഗ്രന്ഥങ്ങൾ പോലെയുള്ളത് കസീറത്തുൻ, ധാരാളമുണ്ട്. വ പുസിത്തത്ത്, മത്തിന് നമ്മൾ വായിച്ചിരുന്നത് ഇന്ന തസാനീഫ കതു കസുറത്ത് എന്ന, ആ കതു കസുറത്ത് എന്നതിലേക്ക് അത്തുഫാക്കിയിട്ട് വ ബുസിത്തത്ത്, ധാരാളം ഉണ്ട്. അതേപോലെ തന്നെ ബുസിത്തത്ത്, ആ ഗ്രന്ഥങ്ങളെ മബുസൂത്താക്കപ്പെടുകയും ചെയ്തു. ഷറഹുകളും ഹവാഷികളും ഒക്കെ കൊണ്ട് വളരെ ബസ്താക്കി ഈ ഫന്നിൽ രചനകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ ബസ്താക്കി എഴുതിയത്? ലി യതവഫറ ഇൽമുഹ, ഈ ഫന്നിൻ്റെ ഇൽമ് അല്ലെങ്കിൽ അതിൻ്റെ മാലൂമാത്തുകൾ വർദ്ധിക്കാൻ വേണ്ടി. ലി യതവഫറ അല്ലെങ്കിൽ മറ്റൊരു മാന, ഈ ഫന്നിൻ്റെ ആലിമീങ്ങൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ടെന്ന്. ലി യസ്ദാദ ആലിമുഹ എന്ന്. കാരണം കുറേ ഹാഷികളും ഷുറൂഹുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നോക്കി മനസ്സിലാക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? ആലിമീങ്ങൾ വർദ്ധിക്കും. അതിനു വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ മാലൂമാത്തിൻ്റെ ആധിക്യത്തിന് വേണ്ടി അതിനെ ബസ്താക്കപ്പെട്ടു. വഖ്തുസിറത്ത്, ഈ ഫന്നിലുള്ള ഗ്രന്ഥങ്ങളെ മുഖ്തസറാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സായിദകളൊക്കെ കളഞ്ഞിട്ട് അസ്ലുൽ മത്ലബിൻ്റെ മേൽ തന്നെ ചുരുക്കിയിട്ട് മുഖ്തസറാക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തിനാണ് മുഖ്തസറാക്കിയത്? ലി യതയസ്സറ ഫഹ്മുഹ, ആ ഗ്രന്ഥങ്ങളെ മനസ്സിലാക്കൽ തയസ്സുറ, എളുപ്പമാകാൻ വേണ്ടി അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫന്നിലുള്ള ഗ്രന്ഥരചനകളുടെ കഥ എങ്ങനെയാണ്? ധാരാളം ഗ്രന്ഥരചനകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ മബ്സൂത്താത്ത് ആയതുകൊണ്ട്, മുഖ്തസറാക്കപ്പെട്ടതുകൊണ്ട്. അത് ഏതുവരെയാണ് അങ്ങനെ ഉണ്ടായത്? ഇലാ അൻ ജാ അൽ ഹാഫിദുൽ ഫഖീഹ് തഖീദ്ദീൻ അബൂ അംർ ഉസ്മാൻ ബിൻ സലാഹ് അബ്ദുറഹ്മാൻ ഷഹ്റസൂരി നസീലു ദിമഷ്ക.
ദിമഷ്കിലെ അതിഥിയായ അല്ലെങ്കിൽ ദിമഷ്കിൽ നിന്ന് ഇറങ്ങി താമസിച്ച ഇബ്നു സലാഹ് അല്ല ഹാഫിദ് ഇബ്നു സലാഹ് മഹാനവറുകൾ വരുന്നത് വരെ ഈ സ്ഥിതിയായിരുന്നു. മഹാനവറുകൾ വന്നിട്ട് എന്താ ചെയ്തത്? ഫജമഅ, മഹാനവറുകൾ അങ്ങനെ ഒരുമിച്ച് കൂട്ടി. എന്ത്? എപ്പോഴാണ്? ലമ്മ ഉലിയ തദ്രീസുൽ ഹദീസി ബിൽ മദ്രസത്തുൽ അഷ്റഫിയ. മദ്രസത്തുൽ അഷ്റഫിയ കോളേജിൽ ഹദീസിൻ്റെ തദ്രീസിനെ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ, അഷ്റഫിയ കോളേജ് നവവി ഇമാമൊക്കെ ദർസ് അല്ലത്തി ദർസഫിയ നവവി, ഇമാം നവവിയൊക്കെ ദർസ് നടത്തിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഇബ്നു സലാഹ് തങ്ങളെ ഹദീസിൻ്റെ തദ്രീസിന് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ മഹാനവറുകൾ ഒരുമിച്ച് കൂട്ടി. എന്തിനെ? കിതാബഹുൽ മഷ്ഹൂറ, ഇബ്നു സലാഹ് തങ്ങളുടെ മഷ്ഹൂറായ പ്രസിദ്ധമായ ഗ്രന്ഥം. ഏതാണ് പ്രസിദ്ധമായ? മുഖദ്ദിമത്ത് ഇബ്നു സലാഹ്, ഈ ഫന്നിലുള്ള ഇബ്നു സലാഹ് തങ്ങളുടെ മുഖദ്ദിമ. ആ കിതാബിനെ മഹാനവറുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഫഹദ്ദബ ഫുനൂനഹു, ആ വിഷയത്തിലുള്ള ഫന്നുകളൊക്കെ മൂപ്പരെന്ത് ചെയ്തു? അത് സംസ്കരിക്കേണ്ടതുപോലെ ആ ഗ്രന്ഥത്തിൽ എന്ത് ചെയ്തു? തഹ്ദീബ് നടത്തി. ആ തഹ്ദീബ് നടത്തി വ അംലാഹു, എന്നിട്ട് മഹാനവറുകൾ എന്ത് ചെയ്ത്? അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതൊക്കെ ചേർത്ത് കൊടുത്തു. അല്ലെങ്കിൽ ഹററഹു വ കററഹു, അതിനെ നിറച്ചു. അംലാഹു എന്ന് പറഞ്ഞ ഷൈഅൻ ബഅദ ഷൈഇൻ, ഓരോരോ സമയത്ത് അതിലേക്ക് വേണ്ടുന്ന പണികൾ. അത് ഹററഹു വ കററഹു ലിമാ മസ്സത്തിൽ ഹാജത്തു ഇലൈഹി, ആവശ്യമായി വരുന്ന സമയത്ത് ഓരോരോ വിഷയങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു? അതിൽ ഓരോരോ സമയത്ത് ഷൈഅൻ ബഅദ ഷൈഇൻ എന്ന് പറഞ്ഞാൽ ബഅദിയത്തുൻ സമാനിയത്താണ്. ഓരോരോ സമയത്ത് ഓരോരോ കാലത്ത് വേണ്ടുന്നത് അതിലേക്ക് എന്ത് ചെയ്തു? ആ കിതാബിൽ വേണ്ടുന്നത് ചെയ്തു എന്നാണ്. അങ്ങനെ മൂപ്പർ അതിനെ തഹ്ദീബാക്കിയെന്ന. അപ്പോൾ ഫലിഹാദ, അങ്ങനെ ഇങ്ങനെ ഓരോരോ സമയത്ത് അതിലേക്ക് ആവശ്യമായി വരുന്ന രീതിയിലുള്ള തഹരീറുകളും തഖ്രീറുകളും ഒക്കെ നടത്തിയപ്പോൾ ഇത് കാരണം കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല? ലം യഹ്സുൽ തർത്തീബുഹു, മഹാനവറുകളുടെ ഈ ഗ്രന്ഥത്തിൻ്റെ ഈ തർത്തീബ് കരസ്ഥമായില്ല. അലൽ വളിയിൽ മുനാസിബി, ഈ ഫന്നിനോട് മുനാസിബായ ഒരു വളിയിന്മേലായിട്ടില്ല. അപ്പോൾ അതിപ്പോൾ നേരത്തെ മുപ്പർ തഹ്ദീബ് ചെയ്തു എന്ന് പറഞ്ഞതിനോടൊരു മാരുതായിട്ട് തോന്നുന്നുണ്ട് ഈ ഭാരത്ത്. അപ്പോൾ അതിന് ഇവിടെ ഷുറാഹുകൾ പറയുന്നുണ്ട്. അത് എന്ത്? ഫലിഹാദ, മഹാനവറുടെ കൗല് ഫലിഹാദ ലം യഹ്സുൽ തർത്തീബുഹു അലൽ വളിയിൽ മുനാസിബി എന്ന് പറഞ്ഞ കൗല് അവിടെ ലാഹിറാണ്. കാരണം ലി അജലി അന്നഹു ലം യുഖയ്യിൽ ഫുനൂനു ഫി ഖാതിരിഹി, ഈ ഫന്നുകളെല്ലാം കൂടി മഹാനവറുടെ ചിന്തയിലോട്ട് എന്തായിട്ടില്ല? കയറിയിട്ടില്ല. ഖാത്തിറിൽ ഈ എഴുതുന്ന സമയത്തെല്ലാം കൂടി എന്ത് ചെയ്യില്ല? തോന്നിയിട്ടില്ല. അപ്പോൾ വല യുവാഫിഖഹ ഇജ്മാലൻ ഫി ദിഹ്നി, മൊത്തത്തിൽ മഹാനവറുടെ ദിഹിനിലേക്ക് അത് കടന്നു വന്നിട്ടില്ല. അത് കമാ ഹുവ ശൈലുൽ മുസന്നിഫീന വ ദഅബുൽ മുഅല്ലിഫീന. അപ്പോൾ അതുകൊണ്ട് തന്നെ ലം യഹ്സുൽ തർത്തീബു ഫീമാ ബൈനൽ ഫുനൂനി, ഓരോ ആ ഫന്നുകളുടെ ഇടയിലുള്ള തർത്തീബ് അതുകൊണ്ട് എന്തായിട്ടില്ല? ഹാസിലായിട്ടില്ല. ഇൻകാന കുല്ലു മിൻഹ മുഹദ്ദബൻ ഫി മൗഖിഹി, ഓരോന്നും അതിൻ്റെ മൗഖിയിൽ അത് തഹ്ദീബ് ചെയ്യപ്പെട്ടതാണെങ്കിലും എന്ത് ചെയ്തിട്ടില്ല? ഈ മൊത്തത്തിൽ അതിന് ഒരു തർത്തീബ്, ഈ ഫന്നിൻ്റെ തർത്തീബ് അനുസരിച്ച് ആയിട്ടല്ല ആ ഗ്രന്ഥം വന്നിട്ടുള്ളത്, മുപ്പര് എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. കാരണം എന്നിട്ട് പറയാണ് വാഴ്ത്തന, മൂപ്പര് ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ മൂപ്പര് ഇഹ്തമ്മ, മൂപ്പര് മുഖ്യമായി കരുതിയ ഇതെന്താണ്? ബി തസാനീഫിൽ ഖതീബിൽ അൽ മുതഫരിഖത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ ഖതീബുൽ ബഗ്ദാദി തങ്ങൾക്ക് ഈ ഫന്നിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഖതീബുൽ ബഗ്ദാദി തങ്ങളുടെ മുതഫരിഖായ
ആ ഗ്രന്ഥങ്ങളെ ആണ് മൂപ്പർ കൂടുതൽ എന്ത് ചെയ്തത്, യത്ന ചെയ്തത്, പരിഗണിച്ചത്. എന്നിട്ട് മൂപ്പർ ഇബ്നു സലാഹ് തങ്ങൾ ഫജമഅ ശതാത്തി മഖാസിദിഹ, ഈ ഖതീബുൽ ബഗ്ദാദി തങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ള വിഭിന്നങ്ങളായ ശതാത്തായ മഖ്സദുകളെ മുഴുവനും മൂപ്പർ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് വല്ലമ്മ ഇലൈഹ, മൂപ്പർ അതിലേക്ക് എന്ത് ചെയ്തു, കൂട്ടിക്കൊടുത്തു. മിൻ വൈരിഹ, ഈ ഖതീബുൽ ബഗ്ദാദി തങ്ങളുടെ ഗ്രന്ഥങ്ങളല്ലാത്ത മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മൂപ്പർ കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. എന്തിനെ? നുഖബ ഫവായിദിഹ, ആ മറ്റ് ഗ്രന്ഥങ്ങളിൽ ഉള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഫായിദകൾ. നുഖബ ഫവായിദഹ എന്ന് പറഞ്ഞാൽ ഫവായിദഹൽ മുന്തഖിബത്ത, തിരഞ്ഞെടുക്കപ്പെട്ട. നുഖബ് എന്ന് പറഞ്ഞാൽ നുഖ്ബത്തിൻ്റെ ജം ആണ് നുഖബ് എന്ന് പറഞ്ഞാൽ ഈ മുന്തഖബത്തുൻ. അപ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഫായിദകളെയും കൂടി മൂപ്പർ ഇതിലേക്ക് എന്ത് ചെയ്തു, കൂട്ടിക്കൊടുത്തു. അങ്ങനെ ഫജ്തമഅ ഫി കിതാബിഹി, അങ്ങനെ മഹാനവറുകൾ ഇബ്നു സലാഹ് തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്തു, ഒരുമിച്ച് കൂടി. മാ തഫറഖ ഫി ഗൈരിഹി, മറ്റ് ഗ്രന്ഥങ്ങളിലും വിഭിന്നങ്ങളായി ചിതറിക്കിടന്നിരുന്ന ഫന്നുകളെല്ലാം കൂടി എന്ത് ചെയ്തു, മൂപ്പര് ഒരുമിച്ച് കൂട്ടി അങ്ങനെ എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ ഫലിഹാദ, ഇക്കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഖതീബുൽ ബഗ്ദാദി തങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിൽ ചിതറിക്കിടക്കുന്ന വിവിധങ്ങളായ മഖാസിദുകളെയും അതുപോലെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഈ ഫായിദകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയ ഒരു ഗ്രന്ഥമായിട്ടാണ് ഇബ്നു സലാഹ് തങ്ങൾ രചിച്ചത്. ഇതുകൊണ്ട് തന്നെ അഖഫൻ നാസു അലൈഹി, ജനങ്ങൾ ഒക്കെ എന്ത് ചെയ്തു, ആ ഇബ്നു സലാഹ് തങ്ങളുടെ ഈ ഗ്രന്ഥത്തിൻ്റെ മേൽ എന്ത് ചെയ്തു, മുന്നിട്ടു. അഖഫ ഇത്തിക്കാഫിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അഖ്ബലൻ നാസു കാമിലൂന, കാമിലീങ്ങളായ നാസുകൾ മുഹദ്ദിസീങ്ങൾ എന്ത് ചെയ്തു, അതിലേക്ക് മുന്നിട്ടു. എന്നിട്ട് വസാറു ലിസൈരിഹി, എന്നിട്ട് മഹാനവറുകളുടെ മസ്ലക്കിലേക്ക്, മഹാനവറുകൾ പോയ വഴിയിലേക്ക് അവരും എന്ത് ചെയ്തു, ഈ വഴിയിലൂടെ സഞ്ചരിച്ചു. ഈ ദഹബു മദ്ഹബഹു വഅഖദു മശ്റബഹു, അദ്ദേഹത്തിൻ്റെ ആ ഇതിൽ നിന്ന് അവരെന്ത് ചെയ്തു, പിടിച്ചെടുത്തു. ധാരാളം ആളുകൾ ആ വിഷയത്തിൽ എന്ത് ചെയ്തു, ഈ ഗ്രന്ഥത്തിനെ ഫോളോ അപ്പ് ചെയ്തു, ഗ്രന്ഥരചനകൾ നടത്തി എന്നാണ്. അതുകൊണ്ട് തന്നെ ഫല യുഹ്സ, ക്ലിപ്തമാക്കപ്പെടാൻ പറ്റൂല. കം നാലിമിൻ ലഹു, അതിന് എത്ര നാലിമീങ്ങളാണ് ഈ ഫന്നിൽ നളുമായിട്ട്, കവിതയായിട്ട് ഈ ഫന്നിനെ എഴുതിയ എത്ര ആളുകളാണ്. വ മുഖ്തസിരിൻ, അതേപോലെ തന്നെ അതിനെ ഇഖ്തിസാർ ചെയ്ത എത്ര ആളുകളാണ്, എത്ര മുസന്നിഫീങ്ങളാണ്. അതിൻ്റെ അല്ലെങ്കിൽ ആ ഫന്നിലുള്ള നളുമിലുള്ള ഗ്രന്ഥങ്ങൾ എത്രയാണ്. അതുപോലെ മുഖ്തസിരിൻ, അതിൻ്റെ മുഖ്തസറാക്കിയ ഗ്രന്ഥങ്ങൾ എത്രയാണ്, അല്ലെങ്കിൽ അതിനെ മുഖ്തസറാക്കിയവർ എത്രയാണ്. വ മുസ്തദ്രിക്കിൻ, മുഖ്തസർ എന്ന് പറഞ്ഞാൽ, ഇഖ്തിസാർ എന്ന് പറഞ്ഞാൽ പിന്നെ അക്കല്ലായ ലഫ്ദ് കൊണ്ട് മഖ്സൂദിനെ കൊണ്ടുവരുന്നതിനാണ്, എല്ലാ മഖ്സൂദുകളെയും കൊണ്ടുവരുന്നതിന് ഇഖ്തിസാർ എന്ന് പറയാം. അൽ ഇത്തിയാനു ബിൽ മഖ്സൂദി കുല്ലിഹി ബി ലഫ്ദിൻ അഖല്ല എന്നാണ് ഇഖ്തിസാർ എന്ന് പറഞ്ഞാൽ. ശേഷം മുഖ്തസിർ എന്ന് പറയുന്നത്, ഇഖ്തിസാർ പറയുന്നുണ്ട്. ഇഖ്തിസാർ എന്ന് പറഞ്ഞാൽ എന്താ, അത് ബാദുൽ മഖാസിദ് മാത്രം കൊണ്ടുവരുന്നതിനാണ് ഇഖ്തിസാർ എന്ന് പറയാം. അത് മുഖ്തസിർ ശേഷം പറയുന്നുണ്ട്. അപ്പോൾ അതിന് എത്ര നദ്മ് ഉള്ള ഗ്രന്ഥങ്ങളാണ്, മുഖ്തസറായ ഗ്രന്ഥങ്ങളാണ്. വ മുസ്തദറക്കിൻ അലൈഹി എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥത്തിൽ ആ മുസന്നിഫിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ പിന്നെ വീണ്ടെടുത്ത ഇത് എന്നാണ് മുസ്തദറക്ക്. അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ എത്രയാണ്. അതുപോലെ മുഖ്തസിർ നേരത്തെ ഞാൻ പറഞ്ഞു. മുഖ്തസിർ എന്ന് പറഞ്ഞാലും മറ്റൊരു അർത്ഥമുണ്ട്. എന്താണ് മുഖ്തസിർ എന്ന് പറഞ്ഞാൽ? അല അസീൽ മഖാസിദിന്ന്, അസീൽ മഖ്സദിൻ്റെ മേൽ സവായിദകളെ ഒഴിവാക്കി. അതാണ് നേരത്തെ പറഞ്ഞ മഖാസിദിൽ നിന്ന് ബഅദ് കൊണ്ടുവരാൻ ഇഖ്തിസാർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയും ഉള്ള
ഗ്രന്ഥങ്ങൾ. വ മുആരിദിൻ ലഹു, അതേപോലെ തന്നെ ഈ ഗ്രന്ഥത്തിനോട് മുആരിദിൻ ലഹുവിന് രണ്ട് അർത്ഥമുണ്ട് അവിടെ. ഒന്നെങ്കിൽ ഈ മുസന്നിഫിൻ്റെ ഗ്രന്ഥത്തിനോട് മുആരിദായ വേറെ ഗ്രന്ഥം കൊണ്ടുവന്നു എന്നൊരർത്ഥം, അതുപോലത്തെ വേറൊരു ഗ്രന്ഥം കൊണ്ടുവന്നു എന്ന ഒരർത്ഥമുണ്ട്. മറ്റൊരർത്ഥം ഈ മുസന്നിഫിൻ്റെ ഗ്രന്ഥത്തിലുള്ള ലഫ്ളുകൾക്കും മആനികൾക്കും ഇത്റാദ് ചെയ്തുകൊണ്ട് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൻ്റെ ബാബുകളുടെ തർത്തീബിനും അതിൻ്റെ മആനിക്കും അൽഫാദിനും ഒക്കെ ഇത്റാദായിട്ട് കൊണ്ടുവന്ന ഗ്രന്ഥങ്ങളുമുണ്ട്. അതുപോലെ മുന്തസിരിൻ, ആ ഗ്രന്ഥത്തിന് സഹായകമായ ഗ്രന്ഥം, അല്ലെങ്കിൽ അതിനെ സഹായിച്ച ആളുകൾ. അപ്പോൾ നാദിമീങ്ങളും മുഖ്തസിരീങ്ങളും മുസ്തദ്രക്കും അതുപോലെ മുഖ്തസിറും മആരിദും മുന്തസിറും ഒക്കെ ഇങ്ങനെയായ എത്രയെത്ര എണ്ണമാണുള്ളത്, ക്ലിപ്താക്കപ്പെടാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ ഫന്നിൽ ഇങ്ങനെ വിവിധങ്ങളായ രചനകളും കാര്യങ്ങളും ഒക്കെ നടന്നു. ആ വിഷയത്തിൽ ഒരുപാട് രചയിതാക്കൾ കടന്നു വന്നു. അതിൻ്റെ അവസ്ഥ ഈ കോലത്തിൽ എത്തി നിൽക്കുകയാണ്. ഇബ്നു ഖത്തീബുൽ ബഗ്ദാദി തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും മുഴുവത്തിൽ നിന്നും എല്ലാം കൂടെ എടുത്ത്, അതുപോലെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ എടുത്ത് മഹാനായ ഇബ്നു സ്വലാഹ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുഖദ്ദിമത്ത് ഇബ്നു സലാഹ്, ആ ഗ്രന്ഥം, പിന്നെ ആ ഗ്രന്ഥത്തിന്മേലാണ് ഈ വിഷയത്തിലുള്ള മറ്റ് മുഹദ്ദിസീങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ പോയി ഈ ഗ്രന്ഥങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഈ ഘട്ടത്തിലാണ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്, ഫസഅലനി ബഅദുൽ ഇഖ്വാൻ, ചില ഇഖ്വാനുകൾ ഇബ്നു ഹജർ തങ്ങളോട് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. നാഫിയ അല്ലാഹു നമുക്ക് ഇൽമു അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും.